എന്താടാ ഇത്? ഇതേ വിഷമടിക്കാത്ത നല്ല ഒന്നാം തരം പച്ചക്കറിയും പലവ്യഞ്ജനമാ. വിലയൊന്നും ഞാൻ നോക്കാൻ പോയില്ല. ഞാൻ ഇവിടുന്ന് ഒരുപാട് ഫുഡ് അടിക്കുന്നില്ലേ, എൻ്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടേ? താങ്ക് യു. അല്ല, രാവിലെ എന്തിനാ വിളിച്ചേ? ഹോസ്പിറ്റലിൽ പോവാൻ. അതിന് നിന്നെ വല്ലതും വിളിച്ചാൽ കിട്ടുമോ? ഓ, അതിനായിരുന്നു. എടാ, ഈ ടാപ്പ് ഒന്ന് നോക്ക്, ലീക്കാ. മിസ്സസ് മാധുരി, നിങ്ങൾക്ക് അതിന് വല്ല പ്ലംബേഴ്സിനെ വിളിച്ചുകൂടെ? സർവീസിലുണ്ടായിരുന്ന ഞാനിപ്പോൾ DYSP-യാ. വാടക കുറച്ച് ലേറ്റാന്ന് വെച്ചിട്ട് വിടുപണി ചെയ്യിപ്പിക്കും. വാടക ഇല്ലേലും പോട്ടെ, നീ ആ വീടെങ്കിലും വൃത്തിയായി സൂക്ഷിക്കും. അത് ഞങ്ങളുടെ ഡിറ്റക്റ്റീവ്സിന്റെ ഒരു ആംബിയൻസ് ആണ്. അവന്റെ ഒരു ആംബിയൻസ്. സാധനം കിട്ടിയോ? ഇല്ലേ, ഇന്ന് ഹോളിഡേ ആണോ? എടാ ഡോമിനിക്ക്, എനിക്കിന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പേഴ്സ് കിട്ടിയടാ. അതാരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? പേഴ്സിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാം. പ്ലീസ്. മിസ്സസ് മാധുരി, ഇമാതിരി ചീള് കേസൊന്നും അന്വേഷിക്കലല്ല എൻ്റെ ജോലി. എടാ, നിന്റെ ലാസ്റ്റ് കേസ് ഏതോ കല്യാണ ചെക്കനിന്റെ അവിഹിതമല്ലായിരുന്നോടാ? അതിന് കൊലക്കേസും മാൻ മിസ്സിംഗും ഒക്കെ ആരെങ്കിലും കൊണ്ടുവന്ന് തരണ്ടേ? നല്ല അന്വേഷിക്കാൻ പറ്റുള്ളൂ. ആഗ്രഹമില്ല എന്നിട്ടാണോ? ഇടപ്പൺ കൊലക്കേസിൽ 24 മണിക്കൂറിന് ശേഷം അറസ്റ്റ്. കൊല്ലപ്പെട്ട ആര്യയുടെ ഭർത്താവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്നലെയായിരുന്നു സ്വവസതിയിൽ വെച്ച് ആര്യ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സുധീഷ് ചേരുന്നു. നിമിഷേ, നാം ഇവിടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടത് പ്രശസ്ത സീരിയൽ താരം ആര്യയാണ്. എന്നോട് മാഡം വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഡോറ് തുറന്നെടുപ്പുണ്ടായിരുന്നു. അകത്തോട്ട് കയറിയപ്പം മാഡത്തിന് കത്തിക്കരുന്ന നിലയിലാണ് കണ്ടത്. മാഡത്തിന്റെ ഹസ്ബൻഡ് എന്തൊക്കെ വാർത്തകളാ? They should hang him. അയാളല്ല പ്രതി. നാട്ടുകാരൊക്കെ വിളിച്ച് അകത്തോട്ട് കയറ്റി. ആ സ്ത്രീക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാൾ. ഒന്നുകിൽ സുഹൃത്ത്, അല്ലെങ്കിൽ രഹസ്യ കാമുകൻ. How do you know? വെയിറ്റ് ആൻഡ് സീ. ഒന്നല്ലോ, ഇതാണ് പുതിയ വാട്സൺ. ഹൗസ് ഓണർ മിസ്സിസ് മാധുരി. ഹലോ. സോറി സാർ. ഇവനെങ്കിലും നീ മര്യാദയ്ക്ക് സാലറി കൊടുക്കണം കേട്ടോ. ഓക്കെ സാർ, ഒരു ഹാഫ് ഡേ ലീവ് വേണം. വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞില്ല, അതിനു മുമ്പ് ലീവോ? ഒരു ബർത്ത്ഡേ പാർട്ടിയാ, ഫ്രണ്ട്സൊക്കെ വരും. ആ, പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം മാത്രമേ ഉള്ളൂ, അതോ ഞാൻ പറ്റേ? ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. സാർ 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 ഇടപ്പൺ കൊലക്കേസിൽ വീണ്ടും വഴിത്തിരിവ്. കൊലപാതകി യുവതിയുടെ ആൺസുഹൃത്ത്. ഇയാൾ കുറ്റം സമ്മതിച്ചതായി സൂചന. കസ്റ്റഡിയിലിരിക്കുന്ന യുവതിയുടെ ഭർത്താവ് നിരപരാധിയെന്ന് പോലീസ്. അന്വേഷണ തുടക്കത്തിൽ ഭർത്താവിനെ സംശയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ബാക്കിയുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് ഒരു കാമുണ്ടായിരുന്നു. കാമനെന്നാണ് പുള്ളിയുടെ പേര്. Not bad, Dominic. ഒബ്സർവേഷൻ, നോ കോൺസെൻട്രേഷൻ. സില്ലി ഫെലോസ്. കൊള്ളാവുന്ന ഒരുത്തം പോലും ഇപ്പം ഇല്ല ഫോഴ്സിൽ. മിസ്സസ് മാധുരി, പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-15 കൊല്ലം മുമ്പ് കട്ടപ്പന ഇതുപോലെ ഒരു കൊലപാതകം. ഡോഗ് സ്ക്വാഡ് വരുന്നതിന് മുമ്പ് ഞാൻ പിടിച്ചു. എടാ ഡൊമിനിക്ക്, നീ ഇത്ര മെടുക്കണാണ്. ഈ പേഴ്സന്റെ ഓണർ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് ഇതുവരെ വിട്ടില്ലേ? ഇല്ല. എടാ, ഞാൻ പറഞ്ഞില്ലേ, 4-5 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാ. ഉള്ളിൽ കുറച്ച് ക്യാഷും ഒരു മാലയും ഉണ്ടായിരുന്നു. പക്ഷെ ഓണറുടെ ഡീറ്റെയിൽസോ അഡ്രസ്സോ ഒന്നുമില്ല. ഞാൻ ആദ്യം ആ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ പോയി. കുറേ അനൗൺസ് ചെയ്തിട്ടും ആരും വന്നില്ല. പിന്നെ അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും പോയി. എന്റെ പൊന്നമ്മച്ചി, എന്തോ നിങ്ങൾക്ക് കൊലക്കേസ് അന്വേഷിക്കാൻ സമയമില്ല. പിന്നെയാണ് നിങ്ങളുടെ ഒരു അഡ്രസ് അല്ലാത്ത പേഴ്സ് അന്വേഷിക്കുക. ശരി, പോവാം. ആ മാലയും പണവും എല്ലാം കൂടെ എടുത്ത് ഏതെങ്കിലും അമ്പലത്തിൻ്റെ
പള്ളിയുടെ നേർച്ച കുട്ടിയിലിടും, പുണ്യം കിട്ടും. ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതല്ലോടാ, ഏതോ പാവങ്ങളുടെ കാശായിരിക്കും എന്നൊരു തോന്നൽ. നീ വിചാരിച്ചാൽ ഇത് അതിൻ്റെ ഓണറിനെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? അതെനിക്ക് നിഷ്പ്രയാസം സാധിക്കും, പക്ഷെ ഞാൻ ചെയ്യൂല. ഞാൻ ഈ പേഴ്സ് അതിൻ്റെ ഒറിജിനൽ ഓണർക്ക് തപ്പി പിടിച്ച് കൊണ്ടേ കൊടുത്തെന്ന് വിചാരിക്കാം. അയാൾ എനിക്ക് ഫീസ് തരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ദമ്പടി ഇല്ലാത്ത ഒരു ജോലിക്കും ഡൊമിനിക്കനെ കിട്ടൂല. നമ്മളില്ലേ. നീ എനിക്കിപ്പോൾ എത്ര മാസത്തെ വാടക തരാനുണ്ട് ഈ ദമ്പടി? അതൊരു 2 മാസത്തെ വേണമായിരിക്കും അല്ലേ? ഈ മാസം കൂടി കൂട്ടി 4 മാസമായി. വാടക തരാന്ന് ഞാനൊന്നും പോകുന്നില്ലല്ലോ. നീ എവിടെ വേണമെങ്കിലും പോ. അങ്ങനെയൊന്നുമില്ല. വാടക മുഴുവൻ തീർത്ത് തരാതെ ഡൊമിനിക്ക് ഈ വീട് വിട്ടിറങ്ങില്ല. അത് പറയാം. ഈ പർസ് ആരുടെയാണെന്ന് നീ കണ്ടുപിടിച്ചാൽ ആ വാടക നീ എനിക്ക് തരണ്ട. ശരിക്കും ഉറപ്പ്. ആ മിസ് മാധുരി ഒരു കാര്യം ചെയ്യും, ആ പേഴ്സ് എടുത്ത് ഐശ്വര്യമായിട്ടെൻ്റെ കയ്യിലോട്ട് വെച്ചാൽ ഈ മാസം ആദ്യമായിട്ട് കിട്ടുന്ന കേസാ. ഇത് നന്നായിട്ട്. ഡൊമിനിക്ക്, ദൈവത്തെ ഓർത്ത് നീ അതിൽ കാശടിച്ച് മാറ്റില്ലേടാ. മിസ്സിസ് മാധുരി, എനിക്ക് ആവശ്യമില്ലാത്ത ഐഡിയ ഒന്നും തരില്ലേ. Hi, sir. Good morning, sir. സാർ, ഈ അമ്മച്ചിയുടെ മക്കളൊക്കെ എവിടെ? ഓ, ഒരു മോനേ ഉള്ളൂ, വിവേക്. 10 വർഷം മുമ്പ് കപ്പൽ മുങ്ങി അങ്ങോട്ട് കാണാതായതാ. അവനിപ്പോഴും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാന്ന് വിളിച്ച്. എവിടെ വരെ? സാർ, ഇതോ HDBI ബാങ്ക് അക്കൗണ്ട് പേപ്പറാണ്. പേരും ഡീറ്റെയിൽസും ഒന്നുമില്ല, പക്ഷെ ലോൺ നമ്പർ ഉണ്ട്. എൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഒരു ബാങ്ക് മാനേജർ ഉണ്ടായിരുന്നു. ഇപ്പോഴും വിളിക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. What's going on here? ഇതിപ്പോ എത്ര മാസം ഡ്യൂസ് ആയി? ഈ ഓഫീസിൽ ആരും ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യണില്ലേ? ഇന്ന് വൈകിട്ട് 4 മണിക്ക് VCക്ക് മുമ്പ് എനിക്ക് ഇതിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് ഇടണം. സാർ, അരമണിക്കൂറിനാ തരാം സാർ. അരമണിക്കൂറിനാ തരാം സാർ. റിപ്പോർട്ട് ഇപ്പൊ തരാം. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ടേക്ക് യുവർ ടൈം. നാളെ ഉച്ചയ്ക്ക് കിട്ടിയാലും മതി. ഹലോ മിസ്റ്റർ സക്രിയ, ഹൗ ആർ യു? What can I do for you? Yes, Mr. Sakaria, tell me. Dr. Sir, that loan account belongs to one Pooja Ravindran. Accounts and details addressing and WhatsApp ചെയ്തിട്ടുണ്ട്. Okay, thank you. Appreciate it. See you soon. ഇത് വേണം. സാർ, ഇന്ന് എങ്ങോട്ടാ? Kakinada. ഓക്കെ. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് പൂജയുടെ പേഴ്സ് തന്നെയോ? എന്നാ പൂജയൊന്ന് വിളിച്ചാട്ടെ, കൈയോടെ ഞാൻ കൊടുത്തേക്കാം. അഡ്രസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു.
സാധാരണ ഞങ്ങളിത് ഇതിനൊക്കെ ചാർജ് ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ഫ്രീയാ. ഇതാ ഞങ്ങളുടെ കാർഡ്, ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ്. കടവന്തറിലൊക്കെ ഞങ്ങൾ നല്ല ഫേമസാണ്. പൂജ ഇപ്പൊ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? എന്നാ പിന്നെ ഓഫീസിലാണ്, ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഷീസ് മിസ്സിങ്. 4 ദിവസമായി കാണാതായിട്ട്. 10-ാം തീയതി രാവിലെ പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പൂജയുടെ അമ്മ പാലക്കാടിൽ നിന്ന് വന്നിരുന്നു. അന്ന് എന്നെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തു. എന്താ ഇയാളുടെ പേര്? മൈ നെയിം ഇസ് ജാൻസി. നമ്മൾ 3 പേരാണ് ഇവിടെ താമസം. മീ, പൂജ ആൻഡ് രമ്യ. പൂജയ്ക്ക് ആരുമായിട്ടെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? നീ ആ പയ്യനുമായിട്ട് എവിടെയെങ്കിലും? ഒരു 2 വർഷം മുമ്പ് ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ബ്രേക്കപ്പ് ആയി. അതിനുശേഷം റിലേഷൻഷിപ്പ് അല്ല, പക്ഷെ ഒരു സ്റ്റോക്കർ ഉണ്ടായിരുന്നു, ആൽബി കുറേ ഇങ്ങനെ പിറകെ നടന്ന് ശല്യപ്പെടുത്തായിരുന്നു. പിന്നെ പോലീസിൽ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തപ്പോഴാണ് ശരിയായത്, ഒതുങ്ങിയത്. ആക്ച്വലി സർ, ആൽബി ലാസ്റ്റ് വീക്ക് ഇവിടെ വന്നിരുന്നു. കുടിച്ചിട്ടാണ് വന്നത്. പൂജനെ കൊല്ലൂന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബഹളം ഉണ്ടാക്കിയിട്ട് പോയി. May I take some pictures, please? Yes, sir. ഇപ്പൊ ഷോർട്ട് ഹെയർ ആണോ? Yes. കാണാതാവുന്ന എൻ്റെ തലേ ദിവസമോ മറ്റോ പൂജയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നോ? കാണാതാവുന്ന തലേ ദിവസം ഷി വാസ് വെരി റെസ്റ്റ്ലെസ്. അവളുടെ പഴയ ബോയ്ഫ്രണ്ടിനെ കാണാൻ എവിടെയോ പോകുന്നെന്ന് പറഞ്ഞായിരുന്നു. അവർ തമ്മിൽ കണ്ടിട്ട് ഒരു 2 വർഷമായെന്ന് തോന്നുന്നു. ഈ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് എന്തെങ്കിലും വിവരം, അഡ്രസ്സോ പേരോ? പേര് കാർത്തിക്. അവന് അഡ്രസ്സും മറ്റും കൊടുത്തത് ഫേക്ക് ആയിരുന്നു. ഐ നോ ദിസ് ബിക്കോസ് ഒരു 2 വർഷം മുമ്പ് ഒരിക്കൽ ഷീസ് ഗോൺ ടു എൻക്വയർ അബൌട്ട് ഹിം. പക്ഷെ അത് അവൻ്റെ സ്ഥലമേ ആയിരുന്നില്ല. സാറെന്താ സ്റ്റേഷനിൽ കയറാഞ്ഞ? നമ്മളീന്ന് ചോദിച്ചാൽ പോലീസുകാർ സത്യം പറയാല. പോലീസിന് പ്രത്യേകിച്ച് ലീഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ആകെ പൂജയുടെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണെന്ന് മാത്രം അറിയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഹലോ, എന്തായി? കേസ് ഓവർ. ആ, പേഴ്സ് ഓണറുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. പൂജ രവീന്ദ്രൻ 25 വയസ്സ്, 5 അടി 5 ഇഞ്ച് ഉയരം, അശ്വതി നക്ഷത്രം. അച്ഛൻ രവീന്ദ്രൻ SBI മാനേജറായിരുന്നു, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. മട്ടണല്ലേ? നീ ഇത് പറ. അമ്മ സേതുലക്ഷ്മി, ഏകമകൾ. ഇപ്പോൾ SI ലോജിക്സിൽ വർക്ക് ചെയ്യുന്നു. മാസം സാലറി 60,000 റുപ്പീസ്. ഇഷ്ടപ്പെട്ട നിറം ബ്ലാക്ക്, ഇഷ്ടപ്പെട്ട പെർഫ്യൂം റെയർ വാനില വിക്ടോറിയ സീക്രട്ട്. സർ, ബോംഷെൽ വിക്ടോറിയ സീക്രട്ട്. ബോംഷെല്ലെങ്കിൽ ബോംഷെൽ. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? വളരെ ചെറിയ പ്രശ്നമാണ്. പൂജയെ കാണാതായിട്ട് 4 ദിവസമായി. അമ്മച്ചിക്ക് ആ ബാഗ് കിട്ടി അതേ ദിവസം തന്നെ പൂജയും കാണാതായത്. അയ്യോ, സാരമില്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മിസ്സിസ് മാധുരി വിഷമിക്കാതെ. നീ മട്ടൻ കഴിക്കൂ? ഞാൻ കഴിക്കും.